നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ സിനിമയിൽ കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇവർ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പലപ്പോഴായി നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് പറഞ്ഞ് സ്ഥിരമായി ഫാൻസ് തല്ലുകൂടുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു സിനിമ നന്നായാൽ വിളിച്ച് പ്രശംസിക്കും, അതുപോലെ വിശേഷങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കും. ശരിക്കും യഥാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ് ഇവർ. അതുപോലൊരു പഴയ കഥയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംവിധായകൻ ഫാസിൽ വെളിപ്പെടുത്തുകയുണ്ടായി. മണിച്ചിത്രത്താഴ് എന്ന ചിത്രമാണ് കഥാസന്ദർഭം. മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത് 93-ലാണ് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്ന്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത കഥാപാത്രമാണ് ചിത്രത്തിലെ ഡോക്ടർ സണ്ണി. മലയാളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ചിത്രം പിന്നീട് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. സത്യത്തിൽ ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രമായി മണിച്ചിത്രത്താഴിലേക്ക് ആദ്യം പരിഗണിച്ചത് മോഹൻലാലിനെയല്ല മമ്മൂട്ടിയായിരുന്നു എന്ന് മുൻപൊരിക്കൽ ഫാസിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സണ്ണിയിലെ കോമാളിത്തരങ്ങൾ മമ്മൂട്ടി അവതരിപ്പിച്ചാൽ പ്രേക്ഷകർ എത്രമാത്രം സ്വീകരിക്കും എന്നുള്ള പേടിയായിരുന്നു ചിത്രത്തിലേക്ക് മോഹൻലാലിനെ തന്നെ ക്ഷണിക്കാനുള്ള കാരണം. എന്നാൽ മോഹൻലാലിനെ സണ്ണിയായി തീരുമാനിച്ച ശേഷവും ഫാസിലിന്റെ സംശയങ്ങൾ തീർന്നിരുന്നില്ല. മമ്മൂട്ടിയെ പോലെ ഏറ്റവും മനോഹരമായി സംഭാഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ ലാലിന് സാധിക്കില്ല. മലയാളത്തിലെ ഏറ്റവും നല്ല വോയിസ് മോഡുലേഷനുള്ള അഭിനേതാവാണ് മമ്മൂട്ടി. കഥ പറയുമ്പോൾ ഇക്കാര്യം ലാലിനോട് പറയുകയും ചെയ്തു. ഷൂട്ടിംഗ് സമയത്ത് ഡയലോഗിൽ ഗ്യാപ്പ് വരുന്നുണ്ടോ എന്ന് തോന്നിയിരുന്നെങ്കിലും എഡിറ്റിംഗിൽ ഒരു സീൻ പോലും മോശമായി തോന്നിയില്ല. മണിച്ചിത്രത്താഴ് എന്ന ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം മമ്മൂട്ടി ഫാസിലിനെ വിളിച്ചുവത്രേ. അങ്ങേര് അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് എന്നാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് മമ്മൂട്ടി ഫാസിലിനോട് പറഞ്ഞത്. അപ്പോൾ കേട്ടല്ലോ മമ്മൂട്ടിയുടെ അഭിപ്രായം. ചിത്രം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ്. ചിത്രത്തെക്കുറിച്ചും മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.